നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ ബട്ടർ മസാലയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പനീർ ബട്ടർ മസാല നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിൽ ഫ്രഷ് ക്രീം ഒന്നും ചേർക്കണില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് പുലാവിൻ്റെ കൂടെ, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെജിറ്റേറിയൻസിന് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഇടുന്ന ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാലയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് 2 ഗ്രാമ്പൂവും 2 കഷ്ണം പട്ടയാണ്, കറുവാപ്പട്ട. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇപ്പോൾ 5 വെളുത്തുള്ളിയാണ് എടുത്തേക്കേണ്ടത്. നന്നായി ചതച്ചിട്ടുണ്ട്. അതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോണ വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ക്യൂബ്സ് ആക്കിയതാണ്. സവാള നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി വാടി കിട്ടിയാൽ മതി, പച്ചമണം പോയി കിട്ടിയാൽ മതി. അപ്പോൾ അത് നന്നായി വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 കാശ്മീരി മുളക് ചേർക്കാം. മുഴുവൻ കാശ്മീരി മുളക് ഒരു 3-4 എണ്ണം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം 4 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് എടുത്താലും മതി. മുളക് ചേർക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കാൻ നോക്കണം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 നന്നായി പഴുത്ത തക്കാളി, അത് ക്യൂബ്സാക്കി കട്ട് ചെയ്തതാണ്. ഇത് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കണം അല്പസമയം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ്. നമ്മളിതിൽ ഫ്രഷ് ക്രീം ഒന്നും ചേർക്കണില്ല. അതുകൊണ്ട് നമ്മൾ കാഷ്യൂ നട്ട്സ് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പിടി കാഷ്യൂ നട്ട്സ് ഉണ്ട്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് കിട്ടണമെങ്കിൽ നമ്മളിതിൽ കാഷ്യൂ നട്ട്സ് ചേർക്കണം. അപ്പോൾ ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. തക്കാളിയും സവാളയൊക്കെ നന്നായി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു അല്പസമയം മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം എല്ലാം വാടി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ കുറച്ച് വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായി തണുത്ത് വരുമ്പോൾ നമുക്കിത് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. ഇതിങ്ങനെ തന്നെ അരച്ചെടുക്കുകയും ചെയ്യുന്നത്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അല്പം പോലും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തതാണിത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതിൻ്റെ മസാലകൾ ചേർക്കാം.
ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ബേ ലീഫ്, അതുപോലെ തന്നെ 2 ഗ്രാമ്പു, ചെറിയ 3-4 കഷ്ണം പട്ട, ഒരു 2 ഏലക്ക. ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ആദ്യം ബേ ലീഫ് ചേർക്കാം, അതുപോലെ തന്നെ ഇത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ റോസ് സ്മെല്ല് മാറണ വരെ നന്നായി ഇളക്കിയെടുക്കാം. ബേ ലീഫ് വേണമെങ്കിൽ ഇതൊന്ന് എടുത്ത് മാറ്റാം, ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലിടാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇപ്പോൾ പനീർ ബട്ടർ മസാലയിൽ എരിവ് കൂടി നിൽക്കില്ല, അതുകൊണ്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ഇടണം. മുളക് പൊടി ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയും കാഷ്യൂ നട്ട്സൊക്കെ കൂടെ നമ്മൾ നേരത്തെ നന്നായി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അരപ്പ് ഇതിലേക്ക് നന്നായി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയും എല്ലാം കൂടെ ചേർന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. നമ്മളിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഷുഗർ ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് കുറുകി വരണം. അപ്പോൾ നമുക്കൊരല്പസമയം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഗ്രേവിയൊക്കെ കട്ടയായി വന്നിട്ടുണ്ട്. പനീർ ഇട്ട് നമുക്ക് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പനീർ ഒരുപാട് സമയം തിളച്ചാൽ ഹാർഡായി പോവും. ഗ്രേവി കുറച്ചൊന്ന് കുറുകി വരുമ്പം ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. ഈ പനീർ ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ പനീറാണ്, ഹോം മെയ്ഡ് പനീറാണ്. പനീറിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇതുവരെ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണം. ഈ പനീർ നമുക്ക് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പനീറൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരല്പം കസൂരി മേത്തിയാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതൊരല്പം കയ്യിലെടുത്തിട്ട് ഒന്ന് തിരുമ്മിയിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. അത് ചേർത്തിട്ട് ഈ കറി തിളച്ച് വരുമ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ലാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരല്പസമയം തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. കുറുകി നല്ല തിക്കായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.